ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്ന് ഞാൻ ഇഫ്താറിലും പാർട്ടികളിലൊക്കെ വിളമ്പാൻ പറ്റിയ ഒരു 4 തരം പോള റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്കും കൂടെ ലിങ്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് തരണേ. 4 തരം പോളയിൽ 2 എണ്ണം മധുരമുള്ളതും 2 എണ്ണം എരിവുള്ളതുമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിതൊന്ന് കണ്ടു നോക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണേ. അപ്പോൾ ആദ്യത്തെ റെസിപ്പി മുട്ടയും പഴവും വെച്ചിട്ടുള്ള ചൊറപ്പോളയുടെ തന്നെ. ഒരു 3 മുട്ട ആദ്യം തന്നെ നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. അതൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് പുഴുങ്ങിയെടുക്കുമ്പോഴേക്ക് ഒരു 1/4 കപ്പോളം കാഷ്യൂ നട്ട്സും 1 ടീസ്പൂണോളം പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ ഇതാ ഇത്രയും പൊടിഞ്ഞാൽ മതി, അധികം അങ്ങ് പൊടിയണമെന്നില്ല കേട്ടോ. ഇനി ഇതാ അപ്പോഴേക്ക് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. അധികം അങ്ങ് വലിയ പീസാക്കി കട്ട് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്, തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ പീസാക്കിയിട്ട് ഇതും കട്ട് ചെയ്തെടുക്കണം. മുട്ട കട്ട് ചെയ്തതുപോലെ തന്നെ ഇതും ചെറിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ. ഇത് ഇത്രയും ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ 2 എണ്ണം മാത്രമാണ് ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ. അത്രയും കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇതാ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. 2 നേന്ത്രപ്പഴമാണ് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തത്. ഇനി ഈ നേന്ത്രപ്പഴം ഇതുപോലെ നീളത്തിൽ വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇതാ ഈ ഒരു തിക്നെസ്സിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം, പൊട്ടിപ്പോവരുതേ. ഇപ്പോൾ ഇതാ കംപ്ലീറ്റും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ ഗീ ഒരു പാനിലോട്ട് ഒഴിച്ചിട്ട് ഇതൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. ചെറിയൊരു കളറൊന്ന് മാറിക്കിട്ടിയാൽ മതി കേട്ടോ. ഗോൾഡൻ ബ്രൗൺ നിറമൊന്നും ആവണമെന്നില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് കളറൊന്ന് മാറിക്കിട്ടിയാൽ മതി. ഇപ്പോൾ ഇതാ ഈ ഒരു കളറാവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് ഇങ്ങോട്ട് കോരി മാറ്റാം. എന്നിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് വെച്ച് കൊടുക്കണേ. അടുത്തടുത്ത് വെച്ചാൽ ചൂടോട് കൂടിയിട്ട് അതിങ്ങനെ പറ്റിപ്പിടിച്ച പോലെ ആയിപ്പോൾ. ഇതുപോലെ മാറ്റി വെക്കാം. ഇനി നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തതും ഇതേ എണ്ണയിൽ തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതും വല്ലാണ്ടങ്ങ് ഉടഞ്ഞു പോവരുത്, ജസ്റ്റ് ഒന്ന് കളറൊന്ന് മാറി വന്നാൽ മതി. ഇതുപോലെ ആവുന്ന സമയത്ത് ഇതിനെ ഒന്ന് സൈഡ് വശത്തോട്ടങ്ങ് ആക്കി വെച്ച് കൊടുക്കാം. ഇനി ഇതാ 1/2 ബൗള് തേങ്ങ ചിരകിയത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഞാനിത് സൈഡിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് എല്ലാം കൂടി ഒന്ന് ഇവിടെ നിന്ന് മിക്സ് ചെയ്തെടുക്കാം. പഴം ഉടഞ്ഞു പോകേണ്ടെന്ന് കരുതിയിട്ടാണ് സൈഡിലോട്ട് ഇട്ടിട്ടൊന്ന് വറുത്തെടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തത്. ഇനി മധുരത്തിനാവശ്യമായിട്ട് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച മുട്ടയില്ലേ, അതുകൂടെ നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ട ചേർത്തതിന് ശേഷവും മിക്സ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ, അത് പഴം ഒന്ന് ഉടഞ്ഞു പോവാതെ. അതുപോലെ മധുരവും നിങ്ങൾക്ക് ആവശ്യത്തിന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ക്രഷ് ചെയ്ത് മാറ്റി വെച്ച കാഷ്യൂ നട്ട്സ് ഇല്ലേ, അതുകൂടെ നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിലും മധുരം ചേർത്തത്, അതുകൊണ്ടാണ് മധുരം നോക്കിയിട്ട് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞത്. ചിലപ്പോൾ പഴത്തിലും നല്ല മധുരം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പഞ്ചസാര. ഇനി ഫ്ലേവറിന് ആവശ്യമായിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഏലക്ക പൗഡർ ഇട്ട് കൊടുക്കാം. അതും നിങ്ങൾ ആവശ്യാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. പഴത്തിൻ്റെയും മുട്ടയുടെയും മിക്സ് അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഒരു 4-5 മുട്ട മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ട് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 കപ്പോളം പാല് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ 3 ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പം ഞാനിതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരട്ടെ. ഇത് കണ്ടോ, ഇതുപോലെ നല്ല ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം അടിച്ചെടുക്കാൻ. ഇനി ഇതിലോട്ട് 1/4 കപ്പോളം മൈദപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം, ഒരു 3 ടേബിൾ സ്പൂൺ കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് ഞാനിതാ അടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടയില്ലാതെ ഇതുപോലെ നല്ല ലൂസ് കൺസിസ്റ്റൻസി തന്നെ അടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോഴാണ് നമുക്ക് പോള നല്ല പെർഫെക്റ്റ് ആയിട്ട് ആയി കിട്ടുള്ളൂ. അതൊന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം. അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി പോളയുടെ പാത്രം നമ്മൾ അടുപ്പിൽ വെക്കുന്നതിന് മുൻപായിട്ട് ഇതുപോലൊരു ഫ്ലെയിം കൺട്രോളറോ അതല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും പഴയ ഫ്രൈങ് പാൻ ഉണ്ടെങ്കിൽ അത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ പാത്രം വെച്ച് കൊടുക്കുക. അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി കുറച്ച് ഗീ ഒന്ന് അതിൻ്റെ സൈഡ് വശത്തൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, കൂടുതലാവരുത്, അപ്പോൾ അടിവശം കരിഞ്ഞു പോകും. ഇനി നമ്മൾ ആ മാറ്റി വെച്ച ബാറ്ററി ഇല്ല, അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മുഴുവനായിട്ട് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കംപ്ലീറ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ മാറ്റി വെച്ച ആ തേങ്ങയുടെയും പഴത്തിൻ്റെയും ഫില്ലിങ്സ് ഇല്ല, അത് നമുക്ക് ഇതുപോലെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിക്ക് ഇട്ട് കൊടുക്കാം. കൈകൊണ്ട് തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും ആയി കിട്ടും കേട്ടോ. ഒരുപോലെ ആവണമെങ്കിൽ ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കാം കൈ വെച്ചിട്ട്. ഇനി പതുക്കെ അതിങ്ങനെ കൈ വെച്ചിങ്ങനെ അമർത്തി കൊടുക്കുമ്പോൾ അതങ്ങ് ഉള്ളിലോട്ടങ്ങ് ആയിക്കോളും കേട്ടോ. ഇപ്പോൾ ഇതാ കംപ്ലീറ്റ് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം.
എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഔട്ടാകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതുപോലൊരു സ്പാച്ചിലയോ സ്പൂണോ വെച്ച് ഒന്ന് പതുക്കെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതൊക്കെ പഴവും തേങ്ങയും മുട്ടയൊക്കെ അങ്ങ് ഉള്ളിലോട്ട് ആയിക്കോളും. ഇനി ഇതൊന്ന് ഒരടച്ച് വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അടച്ച് വെച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ ആ ഗ്ലാസ് ലിഡ് ഉപയോഗിക്കുന്നെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു ഹോൾസ് ഉണ്ടാവുമല്ലോ, അതിനൊരു ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വെച്ച് അതൊന്ന് അടച്ചു കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് ആയി കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് വലിഞ്ഞു വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ മാറ്റി വെച്ച പഴയില്ലേ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്തത്, അത് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ രീതിക്കാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ നീളത്തിൽ തന്നെ വെച്ച് കൊടുക്കണേ അങ്ങനെയും വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇത് വെച്ച് കൊടുക്കുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആ പഴവും മുട്ടയും തേങ്ങയൊക്കെ കൂടിയാലും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ കാണാനൊരു ഭംഗി ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നത്. ഇനി മുഴുവൻ ഇതുപോലൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ മുഴുവനും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പതുക്കെ ഒന്നിങ്ങനെ കൈവച്ചിട്ട് അതിലൊന്ന് സ്റ്റിക്കായി നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ പതുക്കെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി കേട്ടോ. അതിലങ്ങ് നിന്നു. അധികം അങ്ങ് സ്റ്റിക്കാകുമ്പോൾ അങ്ങ് ഉള്ളിലോട്ട് പോകും കേട്ടോ. അധികം അങ്ങ് പ്രസ് ചെയ്യരുത്. ഇനി അടച്ച് വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 3/4 മണിക്കൂറായിട്ടുണ്ടായിരുന്നു എനിക്കിത് വെന്ത് കിട്ടാൻ. ഞാനിപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു കത്തിയോ സ്ക്വയറോ എന്തെങ്കിലും ഒന്ന് വെച്ച് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊട്ട് പിടിച്ചിട്ടില്ലെങ്കിൽ അത് വെന്ത് നന്നർത്ഥം. ഇനി വേറൊരു പാനിലോട്ട് കുറച്ച് ഗീ ഒന്നുകൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ആയി വരാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആയി കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെ ഫ്ലെയിമിനനുസരിച്ചിട്ട് ഓരോരുത്തരെ ഇത് വ്യത്യാസമാവും കേട്ടോ. അപ്പോൾ ഞാൻ കറക്റ്റ് ടൈം അതാണ് പറയാത്തത്. എനിക്കിപ്പോൾ ഏകദേശം 3/4 മണിക്കൂറോളം തന്നെ ആയിട്ടുണ്ട്. കാരണം അതിൻ്റെ ബാറ്ററൊക്കെ നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ നിങ്ങൾക്ക് ആ കളർ കുറച്ചുകൂടെ ഒന്ന് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നേരം വെച്ച് കൊടുത്താൽ മതി. ഇനി ഞാനൊരു പ്ലേറ്റിലോട്ട് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മളെ വെറൈറ്റി ആയിട്ടുള്ള പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിൻ്റെ സൈഡ് വശമൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് സമയം കൂടെ ഒന്ന് അതിൽ തന്നെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. എൻ്റെ ഏകദേശം 3/4 മണിക്കൂർ തന്നെ ആയിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ നന്നായിട്ട് വെന്തും വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം ഉൾവശമൊക്കെ. അപ്പോൾ ഇതാ ഉൾവശമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ അതിൽ മുട്ട കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തില്ല. അപ്പോൾ അതും പഴമൊക്കെ കൂടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരുന്നു കട്ട് ചെയ്തിടുമ്പോൾ കേട്ടോ. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത പോള നോക്കാം. അടുത്തത് ചില്ലി ചിക്കൻ പോളയാണ്. നല്ല സ്പൈസിയും ജ്യൂസി ആയിട്ടുള്ള പോളയാണ്. ചില്ലി പോളക്കുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതാ 200 ഗ്രാമോളം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണേ. എന്നിട്ട് അതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ തന്നെ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ ഹാഫില്ല ഒരു 1/4 ഭാഗത്തോളം കട്ട് ചെയ്തിട്ട് എൻ്റെ വലിയൊരു ചെറുനാരങ്ങയായിരുന്നേ. അപ്പോൾ അതുകൂടെ പിഴിഞ്ഞ് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, സോയാ സോസിലൊക്കെ കുറച്ച് ഉപ്പ് രസം ഉള്ളതല്ലേ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇനി ഇതാ ഒരു 1 ഹവറെങ്കിലും മാക്സിമം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഓവർനൈറ്റ് ആകുമ്പോൾ അത്രയും നല്ലത് കേട്ടോ. ഇത് ചിക്കനിൽ നന്നായിട്ട് പൊടികളൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഓവർനൈറ്റ് വെച്ചാൽ കുറച്ചുകൂടി നന്നായിട്ട് പിടിക്കും കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഷാലോ ഫ്രൈ ചെയ്താൽ മതി, വല്ലാണ്ടെങ്കിൽ ഡീപ് ഫ്രൈ ആയിട്ട് ചെയ്യണമെന്നില്ല കേട്ടോ. ഇനി ഇതിൽ തന്നെ നമ്മൾ മസാലകളൊക്കെ മറ്റുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്തിട്ട് വഴറ്റിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ നിന്ന് ചിക്കൻ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലോട്ട് 2 വലിയ ഉള്ളി സ്ക്വയർ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ ചില്ലി ചിക്കൻ്റെ മസാല എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നത് അതേ കണക്കന്നെ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടില്ല, ഞാനൊരു ചെറിയൊരു പീസാക്കി കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വലിപ്പമുള്ള വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഉള്ളി വാടി വരുന്ന സമയത്ത് 2-3 പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെയൊക്കെ റോ ടേസ്റ്റ് മാറുന്ന വരുന്നത് വറ്റിയെടുക്കാം. കൂടെ തന്നെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണേ, നമ്മൾ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഇട്ടതല്ലേ. ഇനി 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചില്ലി സോസ്, അതുപോലെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ക്യാപ്സിക്കം 1-2 ഞാനിപ്പോൾ വലുതായതുകൊണ്ട് 1 ചേർക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെറുതായി എടുക്കുന്നെങ്കിൽ 2 എടുത്തോളൂ കേട്ടോ. അത് നല്ല സ്ക്വയർ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൂടെ തന്നെ കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ. മസാല എളുപ്പം തയ്യാറായി എടുക്കാൻ പറ്റിയ മസാലയാണ്. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്.
ആ ക്യാപ്സിക്കം ഒന്ന് വാടിയാൽ മതി, അല്ലാണ്ടെങ്കിൽ വയറ്റി ഉടക്കരുത് കേട്ടോ. അപ്പോൾ അത് ഞാനിപ്പം ആ പാനിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. കാരണം അത് വല്ലാണ്ട് വഴൻ്റെ ഉടഞ്ഞു പോകും ആ ചൂട് കൊണ്ട്. ക്യാപ്സിക്കം അധികം അങ്ങ് വഴൻ്റെ ഉടയരുത്. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഒരു 4-5 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആ മുട്ടയുടെ മഞ്ഞയും വെള്ളയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1-2 ടേബിൾ സ്പൂൺ പാല്, സാധാരണ പാലോ അതല്ലെങ്കിൽ പിന്നെ പാൽപ്പൊടി ഒന്ന് കലക്കി ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ആ മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒന്ന് മിക്സാണ്, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നിങ്ങൾ എടുക്കുന്ന പാനിന് കണക്കായിട്ടുള്ള ബ്രെഡ് പീസസ് എടുക്കുക. ഞാനിപ്പോൾ ചെറിയ പാൻ ആയതുകൊണ്ട് ഇത്രയേ എടുക്കുന്നുള്ളൂ. ഇനി ഇതിൻ്റെ ഈ ബ്രൗൺ പാർട്ട് ഉണ്ടല്ലോ, ഇതിൻ്റെ സൈഡ് വശത്തുള്ള അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ ഇതാ ബ്രൗൺ പാർട്ടൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ സെറ്റ് ചെയ്യുന്ന ഏത് പാത്രത്തിലാണോ അതിലേക്ക് ഗീയോ അതല്ലെങ്കിൽ ബട്ടറോ ഏതെങ്കിലും ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി വൈറ്റും യെല്ലവും മിക്സ് ചെയ്ത് വെച്ച ഈ മുട്ട ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ നമ്മൾ സെറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട്. അപ്പോൾ നമ്മളിതിൽ ബ്രെഡാണ് ഡിപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ഓരോ പീസസ് എടുത്തിട്ട് ഇതിലോട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ആ സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഡിപ്പ് ചെയ്തെടുക്കുന്നത് നല്ലത് കേട്ടോ. പിന്നെ നമ്മൾ പപ്സ് പോലെ ചെയ്യുമ്പോൾ വെച്ചില്ലേ, ഒന്ന് കുറച്ച് കയറ്റി വെച്ച് കൊടുത്തിട്ട് ആ രീതിക്ക് തന്നെയാണ് ഇതും ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതൊരു ബേസാക്കിയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ബ്രെഡിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് മൈദപ്പൊടി മുട്ടയും ചേർത്ത് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് പിന്നെ മസാല വെച്ച് കൊടുത്താലും മതി കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ കണ്ടോ ബേസ് എല്ലാ ഭാഗത്തും ഒന്ന് കയറ്റി വെച്ച് കൊടുക്കുക. ഫസ്റ്റ് വെക്കുന്ന സമയത്ത് ഒന്ന് കുറച്ചൊന്ന് കയറ്റി വെച്ച് കൊടുക്കുക. പിന്നെ ഏറ്റവും മുകൾ ഭാഗത്ത് മസാല ഫില്ല് ചെയ്തതിന് ശേഷം കറക്റ്റ് വെക്കുക. ഞാൻ ഒരു പീസ് കൂടെ ഇങ്ങനെ ഒരു സേഫ്റ്റി കൊണ്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം സെൻറ്റർ ഭാഗം വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നന്നായിട്ട് ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. ഇനി ഈ മസാല ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ബേസിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ ഈ ചിക്കൻ ഉണ്ടല്ലോ ഉണങ്ങിപ്പോവരുത് കേട്ടോ. പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി എടുത്തിട്ട് മസാലകൾ ചേർത്ത് കൊടുക്കണേ. ഉണങ്ങിയതുപോലെ ആയാലും ഇതിലിട്ട് കൊടുക്കുമ്പം അത് ഫില്ലിങ് പുറത്തേക്ക് വരാൻ വഴിയുണ്ട്. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് പതിപ്പിച്ച് വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ആവരുത് കേട്ടോ. ആ ബേസ് വെച്ചില്ലേ അതിൻ്റെ മുകളിലേക്ക് വരാൻ പാടില്ല. കറക്റ്റാക്കി വെച്ച് കൊടുത്ത് കുറച്ച് കറക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ബേസിൻ്റെ ആ മേൽഭാഗം വരുന്ന ഭാഗം കുറച്ചൊന്ന് താണ് നിൽക്കണം കേട്ടോ. എന്നാലന്ന് നമ്മൾ രണ്ടാമത് പീസ് വെക്കുമ്പം അത് കറക്റ്റായിട്ട് സീൽഡായി കിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മൾ അതിൻ്റെ മേൽഭാഗം കൂടെ ഒന്ന് സീൽഡാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ബ്രെഡ് പീസസ് എടുക്കുക. എന്നിട്ട് അത് മുട്ടയിലോട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മേൽഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് കവർ ചെയ്തെടുക്കുക. ഇത് കണ്ടോ നന്നായിട്ട് അതിലങ്ങ് ഇരുന്നില്ലേ. അതെന്താണെന്ന് പറഞ്ഞാൽ കറക്റ്റാക്കിയിട്ട് മസാല എടുത്തുകൊണ്ടാണ്. കൂടുതലാവുമ്പോൾ മസാല മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സീൽഡായി കിട്ടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ടൊരു സ്പൂണോ സ്പാച്ചിലോ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അത് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറേശ്ശായിട്ട് മുട്ട ഒഴിച്ചു കൊടുക്കുക. സൈഡ് വശത്തു കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണേ. എന്നാലന്ന് എല്ലാ ഭാഗത്തും ഒന്ന് സീൽഡായി കിട്ടുള്ളൂ. കാരണം അതെന്തായാലും ചെറിയ ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടാവും. ഞാനില്ലേ കട്ട് ചെയ്ത് വെക്കുമ്പം ക്യാപ്സിക്കം കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ ഒന്ന് അലങ്കരിക്കാൻ വേണ്ടി മാത്രം വെച്ച് കൊടുക്കുന്നത്. എങ്കിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് ക്യാപ്സിക്കത്തിന് പകരം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമല്ലോ, അപ്പോൾ കുറച്ച് മാറ്റി വെച്ചിട്ട് അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. എങ്ങനെയായാലും കുഴപ്പമില്ല. ഇനി ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ലിഡിൽ ഗ്ലാസ് ലിഡാണെങ്കിൽ അതിൻ്റെ ഹോൾസ് കവർ ചെയ്ത് വെക്കുക. ഇനി ഫ്ലെയിമിലോട്ട് പാന് വെച്ച് കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഫ്ലെയിം കൺട്രോളറോ അതല്ലെങ്കിൽ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഒരു പാത്രമോ തവയോ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ അത് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വേണം പാന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് പോള തയ്യാറാക്കാൻ. ഇപ്പോൾ ഞാനൊരു ഏകദേശം 40 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ അടിവശം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അതിൻ്റെ മുകൾ ഭാഗം വരെ കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് തൊട്ട് നോക്കിയപ്പോൾ അതിൽ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ മാറ്റിയിടുന്ന അതിലോട്ടും കുറച്ച് ഗീ ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ അടിവശമൊന്നും ഒട്ടും കരിഞ്ഞു പോവാതെ കിട്ടിയില്ലേ. അപ്പോൾ ഞാൻ വീണ്ടും ഇതേപോലെ തന്നെ ഫ്ലെയിം കൺട്രോളിൻ്റെ മുകളിൽ തന്നെയാണ് വെക്കുന്നത്. ഇനി കുറേ സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 5-6 മിനിറ്റ് അത്രയും വേണ്ട വരില്ല എന്ന് തോന്നും. കാരണം ഓൾറെഡി ഇത് കുക്കായല്ലോ മുകൾ ഭാഗം വരെ. മോൾ ഭാഗമൊന്നും കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 5 മിനിറ്റോളം അങ്ങനെ വെച്ച് കൊടുത്തപ്പോഴേക്ക് ഇതാ കണ്ടോ ഞാൻ ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുത്തപ്പോൾ കണ്ടോ നല്ല ഭംഗിയിലായിട്ട് വന്നിട്ടുണ്ട്. കാണാനുള്ള ഭംഗി മാത്രമല്ല കഴിക്കാനും അത്രയും സൂപ്പറായിരുന്നു. നിങ്ങളിതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും കേട്ടോ. ഇത് നമുക്കില്ലേ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവൻ ലഞ്ച് ബോക്സിൽ വരെ കുട്ടികൾക്ക് കട്ട് ചെയ്ത് കൊടുത്തു വിട്ടാൽ കഴിക്കും കേട്ടോ. ചില്ലി ചിക്കൻ ഇഷ്ടപ്പെടാത്ത കുട്ടികളില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കൂടെ കാണിച്ചു തരാം.
ഇത് കണ്ടോ, ഉൾവശമൊക്കെ നന്നായിട്ട് നല്ല ജ്യൂസിയും എന്നാൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള പോളയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് ചെയ്യുന്നത് പഴവും ബ്രെഡൊക്കെ വെച്ചിട്ടുള്ള നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു പോള റെസിപ്പി തന്നെയാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മളൊരു ക്രീം ബണ്ണൊക്കെ കഴിക്കുന്നില്ലേ, തേങ്ങാ ബണ്ണെന്നൊക്കെ പറയുന്നത്, ആ ഒരു ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ പോളൊക്കെ വേണ്ടിയിട്ട് 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ കായ്പോളക്കൊക്കെ കട്ട് ചെയ്യുന്നില്ലേ, നേരെ ഒരു വരയിട്ടിട്ട് നേരെ പകുതിയാക്കിയിട്ട് അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അടുത്തതൊരു 1/4 കപ്പ് കാഷ്യൂ നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇത്രയും ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, അധികം അങ്ങ് പൊടിയാവേണ്ട, അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു 2.5 ടേബിൾ സ്പൂൺ ഗീ ഒരു പാനിലോട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ക്രഷ് ചെയ്ത് വെച്ച കാഷ്യൂ നട്ട്സും അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ബദം കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. അതുകൂടെ അങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി റൈസിൻസ് ഞാൻ യെല്ലോ റൈസിൻസാണ് എടുത്തത്, ബ്ലാക്ക് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി അതിൻ്റെ സൈഡിൽ ഇട്ട് കൊടുത്തതിന് ശേഷം അത് ഒന്ന് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് ബബിൾസ് ആയതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തതേ ഉള്ളൂ കേട്ടോ. ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് എണ്ണയിൽ നിന്ന് ഇങ്ങോട്ട് കോരി മാറ്റാം. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇതേ എണ്ണയിൽ തന്നെയാണ് പഴം ഒന്ന് വാട്ടിയെടുക്കുന്നത്. അപ്പോൾ ഈ പഴം ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാൻ മുഴുവനും ഒന്നിച്ചിട്ടാണ് ചെയ്യുന്നത്, വലിയ പാൻ ആയതുകൊണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ കൂടി ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നവരെ വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് 1/2 കപ്പോളം തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പഞ്ചസാര ആവശ്യത്തിന്, മധുരത്തിന് ആവശ്യമായത് ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. പഴത്തിൻ്റെ മധുരം അനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ നിങ്ങൾക്ക്. ഇനി തേങ്ങയും അതൊക്കെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ച കാഷ്യൂ റൈസിൻസും ഇല്ലേ, അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ ബദം ഓപ്ഷനിലാണ് കേട്ടോ. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പോളം ഏലക്ക പൗഡർ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളിലോട്ട് 5 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ മധുരത്തിനാവശ്യമായ പഞ്ചസാര 1.5 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാം. ഏലക്ക പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്, വാനില എസൻസ് ആയാലും കുഴപ്പമില്ല. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളത്തിലൊന്ന് കലക്കിയെടുക്കുക. നല്ല ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കലക്കിയെടുക്കുക. പാലായാലും കുഴപ്പമില്ല കേട്ടോ, കൂടി പോവരുത്. ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളത്തിൽ മതി കേട്ടോ. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മുട്ടയും ആ പഞ്ചസാരയും പാലും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞതുപോലെ പാൽപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണോ 4 ടേബിൾ സ്പൂണോ പാലും ചേർത്ത് കൊടുക്കുക കേട്ടോ. പാൽപ്പൊടി തന്നെ ചേർക്കണം എന്നില്ല, പക്ഷേങ്കിൽ പാൽ ചേർക്കുമ്പോൾ കൂടി പോവാതെ നോക്കുക. 1/4 കപ്പ് വേണ്ട വരില്ല കേട്ടോ, ഒരു 3-4 ടേബിൾ സ്പൂൺ പാലേ വേണ്ട വരുള്ളൂ. ഞാനിപ്പോൾ കലക്കിയെടുത്ത ആ ഒരു ആ അളവിൽ മതിയാവും കേട്ടോ. കാരണം ലൂസ് കൺസിസ്റ്റൻസിയാൽ നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവും, അതുകൊണ്ടാണ്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഞാനിതാ ഒരു ചെറിയ പേക്ക് ബ്രെഡ് തന്നെ എടുത്തിട്ടുണ്ട്. എൻ്റെ പാത്രത്തിന് കണക്കായിട്ടുള്ളത് തന്നെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സൈഡ് വശത്തിൽ ആ ബ്രൗൺ പാർട്ട് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. അതിനെല്ലാത്തിൻ്റെയും കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന പാത്രത്തിൻ്റെ അളവിനനുസരിച്ചിട്ട് ബ്രെഡ് പീസസ് എടുക്കുക കേട്ടോ. അതാണ് ഞാൻ കറക്റ്റ് എണ്ണം പറയാത്തത്. അപ്പോൾ എനിക്കിപ്പോൾ ഏകദേശം ഒരു പേക്ക് ബ്രെഡ് തന്നെ വേണ്ട വന്നിട്ടുണ്ട്. ഇനി ഈ ബ്രൗൺ പാർട്ടില്ലേ, അത് കളയണ്ട കേട്ടോ. ഇത് നമുക്ക് നല്ലൊരു ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് വേണേൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ വേണമെങ്കിൽ. അപ്പോൾ ഇത് ഇനി മുഴുവനും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റട്ടെ. ഇപ്പോൾ ഇതാ സൈഡ് വശമൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ബ്രെഡിൻ്റെത്. ഞാൻ പറഞ്ഞതുപോലെ അത് കളയണ്ട കേട്ടോ, ഒന്ന് ചൂടാക്കിയിട്ട് ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് മാറ്റാം. ഇനി അതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് സെറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലോട്ട് കുറച്ച് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കൂടുതലാവരുത്, ഗീ കൂടുതലായി പോയാൽ അടിവശം കരിഞ്ഞു പോകാൻ വഴിയുണ്ട്. കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ച മുട്ടയില്ല, അതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം സെറ്റ് ചെയ്യുന്ന മുമ്പായിട്ട്. അതല്ലെങ്കിൽ പാൽപ്പൊടിയും ആ പാലും ഒക്കെ പഞ്ചസാരയൊക്കെ ഒന്ന് അടിയിൽ പോയി നിന്നിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ആ കറക്റ്റായിട്ട് കിട്ടത്തില്ല കേട്ടോ. ഒന്നുകൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ബ്രെഡ് പീസസ് ഒന്ന് ഓരോന്നെടുത്തിട്ട് നമുക്കിതിൽ ഡിപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം എക്സസ് അതിലേക്ക് തന്നെ അങ്ങോട്ടാക്കി കൊടുക്കണം. ഇനി നമ്മളിതാ ഇതുപോലെ കുറച്ചൊന്ന് ആ പാത്രത്തിലൊന്ന് കയറ്റി വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ. ഞാൻ ചെയ്ത പപ്സ് പോള കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ കണ്ടിട്ടുണ്ടാവും ഇതേപോലെ തന്നെയാണ് അതും സെറ്റ് ചെയ്തത് കേട്ടോ. ഇനി ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതേപോലെ തന്നെ ഓരോരോ ബ്രെഡ് എടുത്തിട്ട് സൈഡിലോട്ട് ആദ്യം ചുറ്റും ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം വേണം സെൻറ്ററിലോട്ട് വെച്ച് കൊടുക്കുക. കാരണം അതിൻ്റെ അളവ് നമ്മൾ വെച്ച് കൊടുത്തത് ലെവൽ കറക്റ്റ് ആവണം കേട്ടോ. ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഒന്ന് താന്നിട്ടോ ഒന്ന് പൊന്തിയിട്ടാകുമ്പോൾ നമുക്ക് നല്ല കറക്റ്റ് പാകത്തിന് കിട്ടത്തില്ല. ആയി വരുമ്പോൾ കണ്ടോ ഇതുപോലെ നല്ല കറക്റ്റായിട്ട് കിട്ടണം. അതുപോലെ പൊക്കി വെക്കണം എന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഫില്ലിങ്സ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച്
അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ 3 പഴം എടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പഴം എടുക്കുക. എന്നിട്ട് അതിൽ 1/4 കപ്പ് പിന്നെ തേങ്ങ ചേർത്ത് കൊടുത്തത്. ഞാൻ 1/2 കപ്പല്ലേ തേങ്ങ എടുത്ത്. ഇനി ഇതാ ഇതിൻ്റെ ആ ഭാഗത്തൊക്കെ ഗ്യാപ്പ് വന്നല്ലോ, അതൊക്കെ നമുക്ക് ബ്രെഡ് പീസസ് വെച്ചിട്ട് മുട്ടയിൽ മുക്കിയിട്ട് അതൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പോൾ ബ്രെഡ് പീസസ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് മുട്ടയിലങ്ങ് മുക്കും. എന്നിട്ട് വീണ്ടും അതിൻ്റെ സൈഡ് വശത്തൊക്കെ അതൊന്ന് ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കും. അത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ഒന്നിങ്ങനെ ഗ്യാപ്പ് ഇങ്ങനെ ഫില്ല് ചെയ്തെടുക്കാൻ എല്ലാവർക്കും അറിയുന്നില്ല. അപ്പോൾ ഇതാ ഞാൻ ഫില്ല് ചെയ്തെടുത്തിട്ട് അതുകൊണ്ടാണ് ഞാൻ സ്പീഡിലിട്ട് കാണിക്കുന്നത് കേട്ടോ, നിങ്ങൾക്ക് ബോറടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതിനി ഒരു സ്പാച്ചിൽ വെച്ചിട്ട് അതിൻ്റെ സൈഡ് വശമൊക്കെ ഒന്നിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, ലെവലായി വരാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഉയരത്തിൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഇത്രയും കുറച്ച് ഉയരത്തിൽ വെക്കണം എന്നില്ല, ആ ഫസ്റ്റ് വെക്കുന്ന ലെയർ കേട്ടോ. കുറച്ചൊന്ന് താത്തി വെച്ച് കൊടുക്കുക ബ്രെഡ് പീസസ് വെക്കുമ്പോൾ. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ്സ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് അതിനെല്ലാ ഭാഗത്തും ഈവണായിട്ടാക്കി കൊടുക്കുക. പിന്നെ ഈ ബ്രെഡിന് കറക്റ്റാക്കിയിട്ട് ഫില്ലിങ്സ് വെച്ച് കൊടുക്കരുത്, അതിൽ കുറച്ച് താത്തിയിട്ട് വേണം വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു സ്പാച്ചിലയോ സ്പൂണോ വെച്ച് ഒന്നിങ്ങനെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ആ ബ്രെഡിൽ നിന്നും കുറച്ചൊന്ന് താഴ്ത്തിയിട്ട്, എന്താണെന്ന് പറഞ്ഞാൽ മുകൾ ഭാഗം കൂടെ നമുക്കൊന്ന് ബ്രെഡ് വെച്ച് സെറ്റ് ചെയ്യാനുള്ളതല്ലേ, അപ്പോൾ അത് ബുദ്ധിമുട്ടാവും. അങ്ങനെ ഒരേ ലെവലിൽ വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റ് ഭാഗത്തും കിട്ടത്തില്ല. ഇനി നമ്മൾ ബാക്കി വന്ന മുട്ടയുടെ മിക്സില്ലേ, അതിലോട്ട് മുട്ടയും പാലും മിക്സിലോട്ട് വീണ്ടും ബ്രെഡൊന്ന് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് അത് വീണ്ടും അതിൻ്റെ മുകളിലോട്ട്, കണ്ടോ ഇതുപോലെ ആയി കിട്ടേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുമ്പം മുകളിലോട്ട് ആവരുത്, കുറച്ച് താഴ്ത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ ബ്രെഡിൻ്റെ പീസസ് കട്ട് ചെയ്തിട്ട് അതിനെ ഒന്ന് കറക്റ്റാക്കി വെക്കാൻ വേണ്ടി കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. ഇപ്പോൾ എല്ലാ പീസും ഞാൻ സ്പീഡിലിട്ടിട്ട് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ, നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാ ഇനി എല്ലാ ഭാഗവും എവിടെയൊക്കെയാണോ ഗ്യാപ്പ് വരുന്നത് അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് സ്പാച്ചിലോ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് ആ ഗ്യാപ്പൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് പരത്തി ഒന്ന് അതിനെക്കൊണ്ടൊന്ന് പതുക്കെ ഒന്നിങ്ങനെ തട്ടി കൊടുക്കുക. എന്നിട്ട് എല്ലാം കറക്റ്റായി വരുന്ന സമയത്ത് നമ്മൾ ബാക്കി വന്ന ആ മുട്ടയുടെ മിക്സില്ല അതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യണേ. ഒഴിച്ചു കൊടുക്കുമ്പോൾ അതെന്താ പറയുക, പാൽപ്പൊടിയൊക്കെ ഇട്ടതല്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇനി അതും മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മുകളിൽ നിന്ന് സൈഡിലോട്ട് ആവുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പതുക്കെ ഒന്നിങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മതി കേട്ടോ. മുട്ടയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് സൈഡിൽ കൂടെ അങ്ങ് താഴോട്ട് ഇറങ്ങിക്കോളും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ സൈഡ് വശമൊക്കെ അങ്ങ് ഒട്ടിക്കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്, എന്തെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ മുട്ടയുടെ ഫില്ലിങ് ഇതുകൊണ്ട് അങ്ങ് ആയിക്കിട്ടും. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ കറക്റ്റ് ടൈം പറയുന്നില്ല കേട്ടോ, അപ്പോൾ ഓരോരുത്തർ ഫ്ലെയിമിനനുസരിച്ച് ടൈം മാറും. ഇനി നിങ്ങൾ ഗ്ലാസ്സിലിട്ടാൽ വെക്കുന്നെങ്കിൽ അതിനൊരു ഹോൾസ് ഉണ്ടെങ്കിൽ അതിലൊരു ഫോയിൽ പേപ്പറോ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കണേ. ഇനി നമുക്ക് ഇതൊന്ന് ഫ്ലെയിമിലേക്ക് മാറ്റുന്നതിന് മുൻപായിട്ട് ഇതുപോലെ ഉപയോഗിക്കാത്ത ഏതെങ്കിലും തവയോ അതല്ലെങ്കിൽ ഫ്ലെയിം കൺട്രോളർ എന്താ ഉള്ളത് വെച്ച് കൊടുത്തിട്ട് വേണം അതിൻ്റെ മുകളിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാൻ. ഇപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റ് ആയപ്പോൾ ഞാൻ തൊട്ട് നോക്കിയപ്പോൾ സെൻറ്റർ ഭാഗം ആയിട്ടുണ്ടായിരുന്നില്ല, സൈഡൊക്കെ ആയിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ സൈഡിൽ നിന്ന് വിട്ടും വരുന്നുണ്ടായിരുന്നു, കണ്ടോ നന്നായിട്ട് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ സെൻറ്ററിലോട്ട് അത്ര ആയിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഞാൻ കറക്റ്റ് ടൈം പറയാത്തത്, ഓരോരുത്തർക്കും ഓരോ ടൈമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ആയി വരട്ടെ, ഒരു 10 മിനിറ്റും കൂടെ ഞാനൊന്ന് നോക്കും അടച്ചിട്ട് കേട്ടോ. ഇപ്പോൾ കണ്ടോ സെൻറ്ററിലൊക്കെ അതൊക്കെ വലിഞ്ഞ് വന്നിട്ടുണ്ട്, മുട്ട ഒട്ടും ഒട്ടിപ്പിടിക്കുന്നില്ല കയ്യിൽ. ഇപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ ആയിട്ടുണ്ട് കേട്ടോ. അതാ പറഞ്ഞത്, ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഏകദേശം 40 മിനിറ്റോളം എനിക്കായിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞ ടൈം ഓരോരുത്തർ ഫ്ലെയിമിനനുസരിച്ച് മാറ്റം വരും കേട്ടോ. ഇനി ഇതൊന്ന് വേറൊരു പാത്രത്തിൽ അതിൻ്റെ മേൾഭാഗം ഒന്ന് ആവാൻ വേണ്ടിയിട്ട് വീണ്ടും വേറൊരു പാനിലോട്ട് കുറച്ച് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതൊന്ന് വേറൊരു പാനിലോട്ട് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഈ പാനിലോട്ട് മാറ്റി കൊടുത്തതിന് ശേഷം അതേപോലെ തന്നെ ഞാൻ വീണ്ടും ആ ഫ്ലെയിം കൺട്രോളർ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഇനി ഒന്നുമില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു അടപ്പുണ്ടാവുമല്ലോ, അടപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടെങ്കിലും ചൂട് കൺട്രോൾ ചെയ്യണേ, എന്നാലാണ് അടിവശം കരിയാണ്ട് കിട്ടും. ബ്രെഡല്ലേ, അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ ഇതൊരു 5 മിനിറ്റ് ഞാൻ ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലോട്ട് ഫ്ലിപ്പ് ചെയ്തിടാം. കണ്ടോ നന്നായിട്ടായിട്ടുണ്ട്, ഒട്ടും കരിഞ്ഞൊന്നും പോയിട്ടില്ല. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ അടിയിൽ എന്തെങ്കിലും ഒരു തവയോ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുത്താൽ ഇതുപോലെ കരിയാതെ കിട്ടും കേട്ടോ. എപ്പോഴും പോള ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആയി കിട്ടും. ഇനി പോള ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാവേ. കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ലേ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ 2-3 കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ പോള നല്ല വൃത്തിക്ക് നമുക്ക് കിട്ടും കേട്ടോ. അടുത്ത പോള കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമാവും കേട്ടോ. ചിക്കനും മാഗിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അവരെന്തായാലും ഹാപ്പി ആയിരിക്കും. അതുപോലെ ഒരു ഇഫ്താർ പാർട്ടിയിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയൊരു പോള റെസിപ്പിയാണ്. ഈസി ആയിട്ടുള്ളതും എന്നാൽ നല്ല എരിവുള്ളതൊക്കെ ആയിട്ടുള്ള ഒരു പോള കഴിക്കണം തോന്നുമ്പോൾ ഇത് ഉണ്ടാക്കി കൊടുത്തോളൂ കേട്ടോ കുട്ടികൾക്ക്. നല്ല ടേസ്റ്റാണ്.
മാഗി പോളയ്ക്ക് വേണ്ടിയിട്ട് 200 ഗ്രാം ചിക്കൻ ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബോണോട് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് പിച്ചി എടുത്താൽ മതി കേട്ടോ, ഫ്രൈ ചെയ്തതിന് ശേഷം. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളകും ഉപ്പും ആവശ്യത്തിനിട്ടിട്ട് നന്നായിട്ടൊന്ന് ആ ചിക്കനിലോട്ട് പൊടികളൊക്കെ പിടിക്കാൻ വേണ്ടി ഒന്ന് 1 അവർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് മാഗി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. സാധാരണ മാഗി വേവിക്കുന്നത് പോലെ വേവിച്ചെടുത്ത് ഊറ്റിയെടുക്കുന്നതല്ല കേട്ടോ. ഇത് കുറച്ച് വെള്ളമാണ് ഇതിന് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ആ മാഗിയുടെ പൗഡറില്ല. അപ്പോൾ ഞാൻ 2 മാഗിയാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മാഗിയുടെ പൗഡർ നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. വെള്ളം കൂടിപ്പോവരുത്, പ്രത്യേകം ശ്രദ്ധിക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് വേണം ഇതിലോട്ട് മാഗി ഇട്ടിട്ട് വേവിച്ചെടുക്കാൻ. ഇതിൽ തന്നെ വെള്ളം വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, സാധാരണ പോലെ ഊറ്റിയെടുക്കുന്നില്ല. അപ്പോൾ ഇനി മാഗി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മാഗിയിലോട്ട് നമ്മൾ ഈ ചേർത്ത് കൊടുത്ത പൊടിയൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതിലുള്ള വെള്ളം വറ്റിച്ചെടുക്കുന്നുണ്ട്. കൂടിപ്പോവരുതെന്ന് പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. എൻ്റേത് കറക്റ്റായിരുന്നു. ഞാൻ ഗ്ലാസിൻ്റെ പകുതിയായിരുന്നു എടുത്തത് വെള്ളം. നിങ്ങൾ നോക്കിയെടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഉടഞ്ഞു പോയാൽ നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം. അപ്പോൾ ഞാൻ മുഴുവനും ഒരു പാനിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇത് ഒരു ഭാഗം ആകുമ്പോൾ തിരിച്ചും മറിച്ചു വിട്ടിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഫ്രൈ ചെയ്തതിന് ശേഷം ഇത് തണുക്കാനായിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ ചിക്കൻ. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം 1/4 ടീസ്പൂണിൻ്റെ പകുതി ഇഞ്ചി, 1/4 ടീസ്പൂണിൻ്റെ പകുതി തന്നെ വെളുത്തുള്ളി, ഒരു 2-3 പച്ചമുളക്, എരിവിന് ആവശ്യമായിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലോട്ട് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറുത് എടുക്കുന്നെങ്കിൽ ഒരു 2 എണ്ണം എടുത്തോളൂ കേട്ടോ. ഇനി ഈ സമയത്ത് ഞാൻ ഉപ്പൊന്നും ചേർക്കുന്നില്ല, വെറുതെ ഒന്നും വഴറ്റിയെടുക്കുന്നത്. കാരണം നമ്മൾ മാഗിയിൽ ഉള്ള പൗഡറിന് ഒരു ഉപ്പ് രസമുള്ളതല്ലേ. അപ്പം പിന്നെ അതുപോലെ നമ്മൾ ചേർത്ത് കൊടുത്ത ചിക്കനിലും ഉപ്പുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണിൻ്റെ പകുതി മുളക് പൊടി ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ ചിക്കൻ തണുത്ത് വന്നതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് കൊണ്ടുവരട്ടെ. ഇപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ഗാർണിഷിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ച പൗഡറിന് 2 മാഗി എടുക്കുമ്പോൾ അതിലൊരു പൗഡർ ബാക്കി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ പൗഡർ കൂടെ ഈ സമയത്ത് മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ടാണ് വേറെ പൊടികളൊന്നും ഞാൻ ചേർത്ത് കൊടുക്കാതിരുന്ന കൂടുതൽ. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായത്, മസാല റെഡിയായി. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് 2 മാഗി എടുക്കുമ്പോൾ 4 മുട്ട എന്നുള്ള കണക്കിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 4 മുട്ട മിക്സിയുടെ ജാറിലോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലും ഇടുമ്പോൾ ശ്രദ്ധിക്കണേ, കൂടി പോവരുത്. കാരണം മാഗിയുടെ ആ പൗഡർ ഉള്ളത് കൊണ്ടാണ് പറയുന്നത്, അതിങ്ങനെ പ്രത്യേകം കേട്ടോ. അപ്പോൾ ഇത് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിംഗ് ബൗളിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയില്ലേ അത് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട്. ഇനി നമ്മുടെ മാഗി ഇല്ലേ തണുക്കാനായിട്ട് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. ഒന്നിച്ച് അതേ പാത്രത്തിൽ വെക്കുമ്പോൾ അടിഞ്ഞു പോകാൻ വഴിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചതായിരുന്നു. അതുകൂടെ നമുക്ക് ഈ മസാലയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മാഗിയും മസാലയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നിങ്ങനെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച ആ മുട്ടയുടെ മിക്സ് ഇല്ലേ അതുകൂടെ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം. മുട്ടയുടെ മിക്സ് ഒഴിച്ചതിന് ശേഷം അതും പതുക്കെ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ. മാഗി ഉടഞ്ഞു പോകരുത്. അത് ഇങ്ങനെ ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലോട്ട് കുറച്ച് ഗീ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് വേണം നമുക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു പാന് അടിയിൽ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ പാന് വെച്ച് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. സോസ് പാന് നമ്മൾ ഏതാണെന്ന് വെച്ച് കൊടുക്കുന്നത് ആ പാത്രം ഏതെങ്കിലും ഉപയോഗിക്കാത്ത ഒരു പാത്രം ഉണ്ടാവുമല്ലോ അത് വെച്ച് കൊടുത്തതിന് ശേഷം വേണം അതിൻ്റെ മുകളിൽ വേണം ഇത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ നമ്മുടെ സെറ്റ് ചെയ്ത് വെച്ച മാഗി ഉണ്ടല്ലോ, മിക്സ് ചെയ്ത് വെച്ചത് അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇത് ലെവൽ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ ഔട്ടാകാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി കുറച്ച് ഇതിൻ്റെ മുകളിലോട്ട് മല്ലിയില കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച ചിക്കൻ ഉണ്ടായിരുന്നല്ലോ, ക്രഷ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ചിക്കൻ, അതുകൂടെ നമുക്ക് ഗാർണിഷിന് വേണ്ടി ഇതിലിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ താല്പര്യം ഇല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തെന്നുള്ളൂ. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഞാൻ ഇതിൻ്റെ ടൈം കറക്റ്റ് പറയുന്നില്ല കേട്ടോ, കാരണം ഓരോരുത്തരുടെ ഫ്ലെയിമും വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല കറക്റ്റ്. ഇതിന് മുൻപ് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പറഞ്ഞ ടൈമിനായിട്ടില്ലല്ലോ. അപ്പോൾ ഓരോരുത്തരുടെ ഫ്ലെയിമിനനുസരിച്ച് ആ ടൈം ഡിഫറെൻ്റ് ഉണ്ടാവും കേട്ടോ. ഇനി നിങ്ങൾ ഗ്ലാസ്സിലിട്ടാണ് ഇത് അടച്ചു വെക്കാൻ ഉപയോഗിക്കുന്നതെങ്കിൽ അതിനൊരു ഹോൾസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനൊരു ഫോയിൽ പേപ്പറോ എന്തെങ്കിലും ഒന്ന് വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതാ എൻ്റെ ഏകദേശം 30-35 മിനിറ്റ് ആകുമ്പോഴേക്കും ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലൊന്ന് കുത്തി നോക്കുമ്പോൾ അതിലൊട്ട് പിടിക്കുന്നില്ലെങ്കിൽ അത് വെന്തെന്നാണ് അർത്ഥം കേട്ടോ. കത്തിയോ സ്ക്വയറോ വെച്ചൊന്ന് കുത്തി നോക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡൊന്ന് വിടുവിച്ചതിന് ശേഷം വേറൊരു പാനിലോട്ട് കുറച്ച് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലോട്ടൊന്ന് അതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ടിട്ട് അതിൻ്റെ മേൾഭാഗം കൂടെ ഒന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അത് വെന്തതാണ്, എന്നാൽ ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ചിക്കൻ ഒന്ന് കളറൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ തന്നെയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്, ഫ്ലെയിം കൺട്രോളിൻ്റെ മുകളിൽ. അപ്പോൾ ഒട്ടും കരിഞ്ഞു പോകത്തില്ല കേട്ടോ. ഇനി നമുക്ക് ഒരു 5 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് വേറൊരു പ്ലേറ്റിലോട്ട് ഫ്ലിപ്പ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്, ഒട്ടും കരിഞ്ഞൊന്നും പോയിട്ടില്ല. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. മാഗിയുടെ ആ ഒരു കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടാവില്ലേ, മാഗിയൊക്കെ കുട്ടികൾക്ക് ഇഷ്ടാവുന്നതല്ലേ. ഇപ്പോൾ കണ്ടോ, സൈഡ് വശമൊക്കെ ഒട്ടും കരിയാതെ നന്നായിട്ടാണ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കൂടെ കാണിച്ചു തരാം. കണ്ടോ, ഉൾവശമൊക്കെ നന്നായിട്ടായിട്ടുണ്ട്, കരിഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണേ. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണും വരേക്കും താങ്ക് യു.